ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാതവചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. വലിയ നോയമ്പിലെ 26-ാമത്തെ ദിവസമായ ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒരു രക്ഷകൻ. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. കർത്താവായ ക്രിസ്തു രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇത് ഒരു സ്വർഗീയ സന്ദേശമാണ്. മനുഷ്യരാശിക്ക് മുഴുവനും പ്രത്യാശ ഉണർത്തുന്ന സന്ദേശം. വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കുമായുള്ള സന്ദേശം. ഇന്ന് ഇത് അറിയിക്കുന്നതാകട്ടെ ദൈവത്തിന്റെ മാലാഹ. ക്രിസ്തു ഒരു ചരിത്രപുരുഷൻ മാത്രമല്ല, പിന്നെയോ ഉദ്ധിതനായവൻ ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അവൻ നമ്മുടെ രക്ഷകനാണ്. BC 5-ാം നൂറ്റാണ്ടിലാണ് അവൻ ജനിച്ചതെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. പരസ്യശുശ്രൂഷ ആരംഭിച്ചത് തൻ്റെ 30-ാമത്തെ വയസ്സിലും. ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് യേശു. നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ നമുക്ക് നോക്കാം. നമ്മുടെ രക്ഷകനായ യേശു, ആ യേശുവിലേക്ക് നാം അടുത്ത് ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നതായ ചില നിയമാവലികളുണ്ട്. നമ്മുടെ സഭ നമുക്ക് 5 കാനൂനിക നോയമ്പുകളാണ് തന്നിരിക്കുന്നത്. 1-ാമത്തെ നോമ്പിനെ നമ്മൾ 25 നോമ്പ് എന്ന് പറയുന്നു. ആ നോമ്പിൽ സക്കറിയ പുരോഹിതനെയും ഏലിശുവായെയും നാം ഓർക്കുന്നു. ഗബ്രിയേൽ മാലാഹായെ കുറിച്ച് നാം ഓർക്കുന്നു. കന്യകമറിയാമിനെ കുറിച്ച് നാം ഓർക്കുന്നു. 2 അനുഗ്രഹീതരായ സ്ത്രീകളെ കുറിച്ച്, അവരുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് നാം ഓർക്കുന്നു. യോസേപ്പിനെ കുറിച്ച് ഓർക്കുന്നു. യേശുവിന്റെ വളർത്തപ്പൻ നീതിമാനായ യോസേപ്പ്. ആട്ടിടയന്മാരെ കുറിച്ചും വിദ്വാൻമാരെ കുറിച്ചും ഓർക്കുന്നു. ഇങ്ങനെ അവര് ഒക്കെ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരവും നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 2-ാമത്തെ കാനൂനിക നോമ്പ് എന്ന് പറയുന്നത് 3 നോയമ്പാണ്. ആ അവസരത്തിൽ നാം ചിന്തിക്കുന്നത് യോനാ പ്രവാചകനെ കുറിച്ചും നിനവയെ കുറിച്ചും തർശീസിനെ കുറിച്ചും ഒക്കെയാണ്. 3-ാമത്തെ കാനൂനിക നോമ്പ് എന്ന് പറയുന്നത് വലിയ നോയമ്പാണ്. ആ വലിയ നോമ്പിൽ നാം 50 ദിവസത്തെ കഠിനമായ നോമ്പ് നോക്കി ആ രക്ഷകന്റെ ഉദ്ധിതനായ ആ രക്ഷകന്റെ 2-ാമത്തെ വരവെങ്കിലേക്ക് നാം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരമാണ്. ആ അവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ 40 ദിവസത്തെ നോമ്പും, അതോടൊപ്പം തന്നെ മോശ സിനായി മലയിൽ വെച്ച് നടത്തിയ ആ 40 ദിവസത്തെ നോമ്പും, യെശയ്യാ പ്രവാചകൻ നടത്തിയ ആ നോമ്പും ഒക്കെയും നാം ഓർക്കാറുണ്ട്. 4-ാമത്തെ കാനൂനിക നോമ്പ് എന്ന് പറയുന്നത് ശ്ലീഹാ നോമ്പാണ്. 13 ശ്ലീഹന്മാരെ കുറിച്ച് പൗലോസ് ശ്ലീഹാ സഹിതം നമ്മൾ ആ അവസരത്തിൽ ഓർക്കുന്നു. 5-ാമത്തെ കാനൂനിക നോമ്പ് എന്ന് പറയുന്നത് 15 നോമ്പാണ്. അപ്പോൾ നാം കന്യകമറിയാമിനെ കുറിച്ച് ഓർക്കുന്നു. ആകെ 106 ദിവസങ്ങളുള്ള ഈ നോമ്പ് കൂടാതെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ നോക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മൾ നോക്കുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഈ നോമ്പുകളൊക്കെ നോക്കിയതിന് ശേഷം നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതിതാണ്, ഈ കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ ഈ നോമ്പ് മുമ്പ് വരെ എൻ്റെ സാന്നിധ്യം, എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം
എന്തുമാത്രമായിരുന്നു ഞാൻ എൻ്റെ വിശ്വാസത്തെ ഞാൻ അളക്കുമ്പോൾ എൻ്റെ വിശ്വാസം എവിടം വരെ ആയിരുന്നു, എന്തായിരുന്നു, ഇപ്പോൾ ഞാൻ ഏത് സ്ഥിതിയിലാണ് എന്ന് ഒന്ന് നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നമ്മളെ തന്നെ തിരുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് പിതാക്കന്മാർ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഈ കാനോനിക നോമ്പ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ മഹാപാപികളാണ് എന്ന്. ആ പാപത്തിൽ നിന്നും നമ്മൾക്ക് ഓരോരുത്തർക്കും രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം അവങ്കിലേക്ക് അടുത്ത് ചെല്ലണം. നമ്മുടെ ആ രക്ഷകനിലേക്ക് നാം അടുത്ത് ചെന്നുവെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെയും ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഏവർക്കും അറിയാമെങ്കിൽ തന്നെയും ഈ ലോക ജീവിതത്തിൻ്റെ ആ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ സമയത്തെ അതിനായി ചിലവഴിക്കുന്നതായിട്ടാണ് നാം ഓരോരുത്തരും ചെയ്യുന്നതെന്ന് നമ്മൾ പരസ്പരം കണ്ട് കുറ്റം പറയാറുണ്ട്. എന്നാൽ ഞാൻ എന്നെ തന്നെ തിരുത്തുന്നുവെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ആ നിത്യതയിൽ എനിക്ക് ജീവിക്കുവാൻ എനിക്ക് ഒരു അവസരം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ചിന്ത നാം ഓരോരുത്തരും വിട്ടിട്ട് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് ഏവർക്കുമുള്ളത്. അതിൽ നിന്നും മാറ്റം വരുവാൻ വേണ്ടിയിട്ട് ഈ കാനോനിക നോമ്പുകൾ നമുക്ക് ഒരു അനുഗ്രഹപ്രദമായി തീരട്ടെ. പ്രത്യേകിച്ച് ഈ വലിയ നോമ്പിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്നേ വരെ നമ്മൾ എങ്ങനെ ജീവിച്ചു അതിൽ നിന്നും ആ ഒരു മാറ്റം വരുത്തി ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ മാത്രമേ, തീരെ കുറഞ്ഞത് 3 നേരം നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മളുടെ പാപങ്ങളെ മോചിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ അവൻ യാചിക്കുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയക്കുകയുള്ളൂ. അതിനായിട്ട് നാം ചിന്തിക്കേണ്ടത് അവൻ്റെ ആ പാവനമായ ജീവിതവും അവൻ്റെ ക്രൂശിലെ ആ 7 മൊഴികളുമാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ നാം ചിന്തിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ നോമ്പിൽ നിന്ന് ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഈ നോമ്പ് നമ്മുടെ ഒരു തീർത്ഥാടനമായി നാം ഇതിനെ കാണുകയും അതിനുവേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ഒരു ലഹരിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാർത്ഥന പഠിപ്പിക്കുകയും അവർക്ക് ഈ തിരുവചനം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു മാതൃകയായി ജീവിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നല്ല ജീവിതം മുമ്പോട്ട് ജീവിക്കത്തുള്ളൂ. അതിനായി നാം ചെയ്യേണ്ടത് ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബത്തിലെ മാതാപിതാക്കളായി അവർക്ക് ഒരു മാതൃകയായി മുമ്പോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.